ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് 2-3 മാസമായിട്ടുണ്ടല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് നമ്മൾ ഷൊർണൂർ വന്നിരിക്കുകയാണ് കേട്ടോ, അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വിശേഷമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ പൂരമാണ് കേട്ടോ. അപ്പം ആര്യങ്കാവ് പൂരമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നൈറ്റ് വന്നു. അപ്പോൾ ഇതാ അമ്മ ഇന്ന് സ്പെഷ്യലായിട്ട് മീൻകറിയൊക്കെ വയ്ക്കുന്നുണ്ട്. ചെമ്പല്ലിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്, ചെറിയ ചെമ്പല്ലി മീനില്ലേ, അതാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ സാമ്പാർ, അവിയൽ, ഉപ്പേരി, അച്ചാർ അതൊക്കെ ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് മീൻകറിയും വെക്കുന്നുണ്ട് കേട്ടോ. പൂരം വന്നിട്ട് നാളെയാണ്. അപ്പോൾ ഇന്ന് പൂരത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം നേരത്തെ തന്നെ വന്നു. അപ്പോൾ ഇതാ കുറുമ്പിപ്പാറിനെ ഇതാ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനിയത്തി. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഇവളാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറിയല്ലേ കേട്ടോ. കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ രാവിലെ തന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞു. അന്ന് ആദ്യം തന്നെ കുറുമ്പിയാണ് കേട്ടോ കുളിച്ചത് ഫസ്റ്റ്. പിന്നെ അതാ ചോറൊക്കെ വെക്കുന്നുണ്ട് അമ്മ. അതാ വലിയൊരു കലത്തിൽ ചോറൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിലാണ് കത്തിക്കണേ. പിന്നെ മട്ടയേരിയാണ് കേട്ടോ സ്പെഷ്യൽ. ഇവിടെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മട്ടയേരി. അപ്പോൾ അവിടെ പാലക്കാട് നമ്മൾ അവിടെയൊക്കെ പൊന്നിയേരി കഴിച്ചിട്ട് അവൾക്ക് മതിയായിട്ട്, അപ്പോൾ എന്താ പറയുക, മറ്റേ അരി മറ്റേ മട്ടയേരിയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാണെന്ന് വെച്ചിരിക്കണേ. അങ്ങനെ അതാ പുകയിലത്തെ അടുപ്പാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുകയൊന്നും ഉള്ളിലൊന്നുമില്ല. പിന്നെ അതാ അമ്മ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പുറത്ത് അടുക്കളയാണ്. അപ്പോൾ അവിടെയാണ് എന്താ പറയുക, വിറകടുപ്പും പിന്നെ പാത്രം കഴുകുന്നതും സംഭവങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ പച്ചമാങ്ങ കുറച്ച് മുറിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പുതിയാപ്പിള എന്നൊക്കെ പറയില്ലേ, ചുവപ്പ് കളറിൻ്റെ മീൻ, അതാണ് കേട്ടോ. അതിൻ്റെ ചെറുതാണേ. അപ്പോൾ കുറച്ച് വറുക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുക്കുന്നത് വൈകുന്നേരം വറുക്കണുള്ളൂ. അപ്പോൾ ചാറ് മാത്രം വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ കുറുമ്പിപ്പാറ് കുളിച്ച് വന്നു. ഇതാ മോളും പിന്നെ ഇതാ അപ്പൂസും ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് പിന്നെ വന്നാൽ തന്നെയല്ലേ വേറെ എന്താ കളി തന്നെയല്ലേ, സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ല എന്നൊക്കെ അറിയാം. എന്തായാലും ഇനി മുതൽ കറക്റ്റായി വീഡിയോസൊക്കെ ഇടണമെന്ന് പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയി വീഡിയോസൊക്കെ ഇടാം. ഇത് അമ്മയുടെ ചെമ്പല്ലി മീൻ കറിയൊക്കെ റെഡിയാവുന്നുണ്ട്. മാങ്ങയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വന്നാൽ നമ്മുടെ മീൻകറി സെറ്റായി കഴിഞ്ഞു. ഇതാ ചോറൊക്കെ ഇറക്കി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ അതൊക്കെ നേരത്തെ വെച്ചു കേട്ടോ. സാമ്പാർ, പിന്നെ അവിയൽ, പിന്നെ മാങ്ങച്ചാറ് അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടി വെച്ചാൽ അപ്പം ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോകും കേട്ടോ. അവിടെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് അമ്മ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കി തന്നു കേട്ടോ. അമ്മ അത് സ്ക്വാഷ് ഇല്ലേ, അത് ബീട്രൂട്ട് കൊണ്ട് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തലും മണം അതൊക്കെ ഉണ്ടാവില്ലേ, പക്ഷേ അതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. ബീട്രൂട്ട് ജ്യൂസാണെന്ന് നമുക്ക് കുടിച്ചാൽ മനസ്സിലാവില്ല. അത്രയ്ക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കസ്കസൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും കുടിക്കുന്ന ജ്യൂസിനേക്കാളും ഒരു വെറൈറ്റി ആയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എനിക്ക് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അത് എടുത്തിട്ട് കുറച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് പിന്നെ നാരങ്ങയും പിഴിഞ്ഞ് കസ്കസും ഇട്ടിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ചൂട് സമയത്ത് ഇതുപോലെ നല്ല കൂളായിട്ടുള്ള എന്താ പറയുക ഹെൽത്തി ഡ്രിങ്കൊക്കെ കുടിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ കുറുമ്പിപ്പാറും കുളിച്ചു, ഞാനും കുളിച്ചു. പിന്നെ ആരും കുളിച്ചിട്ടില്ല. അപ്പൂസും കുളിച്ചു കേട്ടോ. അപ്പൂസും കുളിച്ചു. ഇനിയും അനു കുളിക്കാണ്ട്, മോളും പിന്നെ അനിയത്തിയും കുളിക്കാണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കുറുമ്പി വിടണേ ഇല്ല കേട്ടോ. അനിയത്തിനെ കുളിക്കാനേ സമ്മതിക്കില്ല. പിന്നെ അപ്പൂസ് നോക്കില്ല, ഇടയിൽ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറൈറ്റി ആയിരുന്നു. പിന്നെ ഞാനും അപ്പൂസും കൂടി കുറച്ച് നേരം ഫുട്ബോളൊക്കെ കളിച്ചു കേട്ടോ. മോള് വന്നിട്ട് കുളിക്കാൻ പോയപ്പോൾ അപ്പൂസിന് കളിക്കാൻ ആരുമില്ല. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പം ഞാനും അപ്പൂസും കുറച്ച് നേരം കളിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. മോളും കുളിച്ചു വന്നു. ഞാൻ 2 വർഷമായിട്ടോ അവിടെ പൂരത്തിന് വന്നിട്ട്. 2 വർഷമായിട്ട് പൂരത്തിന് വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പോൾ 2 വർഷത്തിന് ശേഷം വന്നതാണ് കേട്ടോ പൂരത്തിന്. അത് 2 ദിവസം ലീവൊക്കെ ആയിട്ട്. അപ്പോൾ ഷോപ്പ് 2 ദിവസം ലീവാണ്. അങ്ങനെ ഇനി നമ്മൾ ശനിയാഴ്ച രാവിലെ പോകുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 അൻവി എനിക്ക് 2 പോയിന്റ്. സൺഡേ മണ്ടിൽ ഞാനൊന്നും തല്ലിയത്. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അനിയനും ഉണ്ട്, പിന്നെ അനിയത്തി, പിള്ളേർക്ക് നേരത്തെ ചോറ് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പൂര വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ അടുത്തായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.